കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ അസാധുവാക്കിയ താൽക്കാലിക വി.സി. മോഹൻ കുന്നുമ്മലിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. കാലാവധി പൂർത്തിയാകുന്നതുവരെ യൂണിയന് പ്രവർത്തനം തുടരാമെന്ന് കോടതി ഉത്തരവിട്ടു. സർവകലാശാല ഫണ്ട് അനുവദിച്ച 2 പരിപാടികൾ നടത്തുവാനും കോടതി അനുമതി നൽകി. വിദ്യാർത്ഥി യൂണിയൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. കേരള സർവകലാശാല താൽക്കാലിക വി.സി. മോഹനൻ കുന്നുമ്മലിൻ്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെയും വർഗീയ നിലപാടുകൾക്കെതിരെയും SFI പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയായിരുന്നു വി.സിയുടെ പ്രതികാര നടപടിയുണ്ടായത്. സർവകലാശാലയിലെ SFI നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി യൂണിയനെ അസാധുവാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയ വി.സി പുതിയ യൂണിയൻ തെരഞ്ഞെടുപ്പിനായി ജനറൽ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തു. ഈ മാസം 26 വരെ യൂണിയന് കാലാവധി ബാക്കി നിൽക്കെയായിരുന്നു വി.സിയുടെ പകപോക്കലെന്ന് SFI ചൂണ്ടിക്കാട്ടിയിരുന്നു. വരാനിരിക്കുന്ന സർവകലാശാല കലോത്സവം തടയലായിരുന്നു ലക്ഷ്യമെന്നും SFI ആരോപിച്ചിരുന്നു. നാടകോത്സവം, ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങിയ പരിപാടികൾ വിദ്യാർത്ഥി യൂണിയൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു. യൂണിയനെ അസാധുവാക്കിയതോടെ ഈ പരിപാടികളും മുടങ്ങുന്ന സ്ഥിതിയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി യൂണിയൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വി.സിയുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂണിയൻ ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ ബെഞ്ച് കാലാവധി പൂർത്തിയാകുന്നതുവരെ യൂണിയന് പ്രവർത്തനം തുടരാൻ അനുമതി നൽകുകയായിരുന്നു. ഇതിനു പുറമെ സർവകലാശാല ഫണ്ട് അനുവദിച്ച 2 പരിപാടികൾ നടത്താനും കോടതി അനുമതി നൽകി. SFIക്കെതിരെ തുടർച്ചയായി പകപോക്കൽ തുടരുന്ന വി.സി. മോഹനൻ കുന്നുമ്മലിന് ഹൈക്കോടതി വിധി വലിയ തിരിച്ചടിയായി മാറി. കൈരളി ന്യൂസ്, കൊച്ചി.